പണി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. 88ൻ്റെ പണി കിട്ടി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. രാത്രി നല്ലോണം ലേറ്റ് ആയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഈവനിങ്ങിൽ കേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നത് കോഴിക്കോടാണ്, പക്ഷെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ എത്തിയിട്ട് വേണം എനിക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ട്രെയിൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഒരു ഓട്ടമായിരുന്നു ഞാൻ സ്റ്റേഷനിലേക്ക്. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് കാലൊന്ന് തെറ്റി ദേ കിടക്കുന്ന റോഡിൽ. പിന്നെ വേഗം എണീറ്റ് ട്രെയിനൊക്കെ കയറി. പക്ഷെ വീടെത്താനായപ്പോഴേക്കും കാല് പിന്നെ ഒരു അടി അനക്കാൻ പറ്റുന്നില്ല. പിന്നെ വേഗം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ചെറിയ ഫ്രാക്ചർ ഉണ്ട്, പ്ലാസ്റ്റർ ഇടണം. അടിപൊളി. വേദന എടുത്ത് വീൽ ചെയറിൽ ഇരിക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ എങ്ങനെയും വീട്ടിൽ പോകണം, എന്നിട്ട് കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്നാണ്. എന്നോടാണ് ഡോക്ടർ 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഫുൾ ടെൻഷനായിരുന്നു. കാരണം നാളെ രാവിലെ കൊടുക്കാനുള്ള കേക്കാണ്. ഇതുവരെയായിട്ടും കേക്കിൻ്റെ സ്പഞ്ച് പോലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഈ ഓർഡർ ക്യാൻസലാക്കാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള 3 ടയർ കേക്കാണ്. അതുകൊണ്ട് തന്നെ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഈ കേക്കിനെ ഡെലിവറി ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കേക്കിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.